السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു നാസിആത്താണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. സൂറത്തു നാസിആത്തിലെ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവ എന്ന ആയത്താണ് വിശദീകരിക്കുകയുണ്ടായത്. അതിൽ എന്താണ് ഖൗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഭയപ്പെടുക എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അങ്ങനെ ഭയപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് ഒരു മനുഷ്യന് ലഭിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൻ്റെ പ്രാധാന്യം എന്ത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചു വെച്ചത്. ഭയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വശമാണ് ഇൻഷാ അല്ലാഹ് എന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ ഖൗഫ് എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഒന്നാമത്തേത് അൽ ഖൗഫു മിനല്ലാഹി തആല, അള്ളാഹുവെ ഭയപ്പെടുക എന്നതാണ് ഒന്നാമത്തെ വിഷയം. എന്താണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഭയപ്പെടൽ ഇബാദത്താണ്. അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇബാദത്തിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഇബാദത്ത് രണ്ട് രൂപത്തിലാണ്. അൽ ഇബാദത്തുൽ ഖൽബിയ്യ, ഖൽബിയായ ഇബാദത്തുകളും അതോടൊപ്പം തന്നെ ജസദിയായ ശാരീരികമായി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും. അതിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട ഇബാദത്താണ് ഖൗഫ് എന്നത്, പേടി എന്നത്. നമുക്ക് ആ ഇബാദത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റൂല, കാണിച്ചു കൊടുക്കാൻ പറ്റൂല. മറിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൽ നടക്കുന്ന ഇബാദത്താണ്. അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് വഹുവൽ ഖൗഫു അൽ മുഖ്തരിനു ബിൽ മഹബ്ബ, സ്നേഹത്തോടു കൂടി ഉണ്ടാകുന്ന പേടിയാണ്. വത്തഅലീം, ആദരവോടുകൂടി ഉണ്ടാകുന്ന, സ്നേഹത്തോടു കൂടി ഉണ്ടാകുന്ന. വത്തദല്ലുൽ, അങ്ങേയറ്റത്തെ താഴ്മ. വൽ ഖുളൂഅ്, കീഴൊതുങ്ങൽ. അപ്പൊ കീഴൊതുങ്ങുകയും താഴ്മയും ബഹുമാനവും സ്നേഹവും ഇതൊക്കെ ചേർന്ന് കൊണ്ടുണ്ടാകുന്ന പേടിക്കാണ് ഖൗഫുൽ ഇബാദ എന്ന് പറയുക, ഇബാദത്തായ ഭയം. വഹുവല്ലദി യഹ്മിലുൽ അബ്ദ അല ത്വാഅതി വൽ ബുഅദ അനിൽ മഅസിയ, ഈ പേടിയാണ് ഒരു അടിമയെ നന്മയിലേക്ക് നയിക്കുകയും തിന്മയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ പേടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമാണ്. വാജിബുൻ ഫി ഹഖില്ലാഹി തആല, അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട ബാധ്യതയാണ്, മനുഷ്യന്മാർ കൊടുക്കേണ്ട ബാധ്യതയാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നത് അൽ ഖൗഫുൽ മഹ്മൂദു ഹുവ മാ ഹജസക അൻ മഹാരിമില്ലാഹ്, മഹ്മൂദായ, അള്ളാഹു പുകഴ്ത്തിയ, അള്ളാഹു സ്തുതിച്ച പേടി എന്നത് അത് ഹറാമായ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തെ തൊട്ട് നിന്നെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പേടി എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നല്ല പേടിയിൽപ്പെട്ടതാണ്. എന്നാൽ നേരെ മറിച്ച് അമ്മ ഇദാ സാദൽ ഖൗഫു ബിഹൈസു യുഅദ്ദി ഇലൽ ഖുനൂതി വൽ യഅസ്, എന്ന ഒരാളുടെ പേടി എന്തെയാണ്, അധികരിച്ചു. പേടി അധികരിച്ചിട്ട് എവിടം വരെ എത്തി, അള്ളാഹു പുറത്തു തരൂല എന്ന് വിചാരിക്കുന്നിടത്തേക്ക് എത്തി. അള്ളാഹു പുറത്തു തരൂല എന്നൊരാൾ എപ്പോഴാണ് വിചാരിക്കുക, പേടി കൊണ്ടാണ്. അങ്ങേയറ്റത്തെ പേടി ഉണ്ടാകുന്നു. ആ പേടി മൂലം അവൻ എന്ത് കരുതുന്നു, ഇനി എനിക്ക് പാപങ്ങൾ പുറത്തു കിട്ടണം എന്നില്ല, അത്രയും തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ അതെന്ത് പേടിയാണ്, ഖൗഫുൽ മദ്മൂം, വിലക്കപ്പെട്ടതാണ്. അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പേടിക്കാൻ പാടില്ല എന്നാണ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ച ആളുകളോട് നബിയെ താങ്കൾ പറയണമെന്ന. ഖുൽ, നബിയെ പറയണം, യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹ് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. ആരെയാണ്? സ്വന്തം നഫ്സിനോട് അതിക്രമം ചെയ്ത ആളുകൾ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ചേർത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ആളുകളെ കുറിച്ച് പറയുന്നത് എന്നാണ്. അതായത് അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണ്. അങ്ങേയറ്റം തിന്മയിൽ ജീവിക്കുന്ന, തിന്മയിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ അള്ളാഹു വിളിക്കുന്നത് യാ ഇബാദി, എൻ്റെ
അടിമകളെ ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ എന്താകരുത്, നിരാശരായി പോകരുത് എന്നാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു എല്ലാ പാപങ്ങളും എന്ത് ചെയ്യും, പുറത്തു തരും. ആദ്യം അള്ളാഹു അവനിലേക്ക് ചേർത്ത് പിടിച്ചു, പിന്നെ എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹിന്റെ കാരുണ്യം വിശാലാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പ്രതീക്ഷ കൊടുക്കുകയാണ്, അള്ളാഹു എന്ത് ചെയ്യും, എല്ലാ പാപങ്ങളും പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഏറ്റവും നല്ല പേടി, പ്രോത്സാഹിപ്പിക്കപ്പെട്ട പേടി എന്നത് അള്ളാഹുവിനെ ഭയപ്പെടലാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നതിലാണ് എല്ലാ ഇസ്സത്തും ഉള്ളത്. എന്നാൽ സൃഷ്ടികളെ ഭയപ്പെടുന്നതിലാണ് എല്ലാ നിന്ദ്യതയും ഉള്ളത് എന്ന്. ഒരടിമ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അവനെ സൃഷ്ടികൾ എന്ത് ചെയ്യും, ഭയപ്പെടുന്ന. ഇനി അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല, സൃഷ്ടികളെയാണ് ഭയപ്പെടുന്നതെങ്കിലോ ഓനെ സൃഷ്ടികൾ എന്ത് ചെയ്യൂല, ഓനെ സൃഷ്ടികൾ ചെറിയ കണ്ണോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, ഓനെ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പേടി ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. ബാക്കിയുള്ള ആരോടും നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകേണ്ടതില്ല, പേടി നമുക്കുണ്ടാകേണ്ടതില്ല. അതിൽ അള്ളാഹുവിനെ ഭയപ്പെടണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ഒരു പേടി ഉണ്ടാകണം. രണ്ടാമത്തേത് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ട് എന്ന ഒരു പേടിയും നമുക്ക് എപ്പോഴും ഉണ്ടാകണം എന്നാണ്. സൂറത്തു ആലു ഇമ്രാനിലെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സൻ, അള്ളാഹു നിങ്ങളെ താക്കീത് ചെയ്യുന്നുണ്ട് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ച് ജീവിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണം എന്ന പേടിയാണ്. രണ്ടാമത്തെ പേടി ഹുവൽ ഖൗഫു മിൻ അദാബില്ലാ, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് ഭയപ്പെടുക, നരകത്തെ തൊട്ട് ഭയപ്പെടുക. അവൻ ഒരുപാട് കാര്യങ്ങൾ, അതായത് അള്ളാഹുവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവൻ ഉണ്ടാകാൻ പോകുക എന്നതിനെ കുറിച്ച് അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഭയവും എന്ത് ചെയ്യണം, നമുക്കുണ്ടാകണം എന്ന്. അപ്പൊ ഇതാണ് അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇബാദത്താണ്. എന്നാൽ അതോടൊപ്പം തന്നെ രണ്ട് രൂപത്തിലാണ് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത്. ഒന്ന്, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടതുണ്ട് എന്ന പേടി. രണ്ടാമത്തത് അള്ളാഹുവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന നരകത്തെക്കുറിച്ച് ഓർത്തുള്ള പേടി, ശിക്ഷയെക്കുറിച്ച് ഓർത്തുള്ള പേടിയാണ്. സൂറത്തു സജ്ദയിലെ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, എല്ലാ ആളുകൾക്കും ഹിദായത്ത് നൽകുന്നതാണ്, എല്ലാ മനുഷ്യന്മാരെയും ഹിദായത്തിലാക്കും. വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, പക്ഷെ എൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ടത് ഞാൻ നരകത്തെ എന്ത് ചെയ്യും, ജിന്നുകളെ കൊണ്ടും മനുഷ്യന്മാരെ കൊണ്ടും ഞാൻ നരകത്തെ നിറക്കുന്നതാണ്. അപ്പൊ ഈ ആയത്ത് ശരിക്കും ഒരു മനുഷ്യനെ പേടിപ്പിക്കുന്ന ആയത്താണ്. അള്ളാഹു പറയുന്നത് അള്ളാഹു ജിന്നുകളെയും മനുഷ്യരെയും നരകത്തിൽ നിറക്കും എന്ന് അള്ളാഹു പറയാൻ. അപ്പൊ അതിലും നമ്മൾ ഉൾപ്പെട്ടു പോകുമോ എന്ന ഭയപ്പാടാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഉണ്ടാകേണ്ടത്. സൂറത്തു മറിയമിലെ 71-ാമത്തെ ആയത്ത്, ഈ ആയത്ത് കേട്ടിട്ട് ഒരുപാട് സലഫുകൾ, ഒരുപാട് മുൻഗാമികൾ പേടിച്ചിട്ടുണ്ട് എന്നാണ്. ആയത്തിൽ പറയുന്നത് വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിങ്ങളുടെ കൂട്ടത്തിലെ എല്ലാ ആളുകളും എന്ത് ചെയ്യും, നരകത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ആളുകളും നരകത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണെന്നാണ്. അള്ളാഹിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കൽ ഒരു മുൻഗാമിയായ പണ്ഡിതൻ, അദ്ദേഹം കരയാൻ. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കാണ് ലിമ തബ്കി, താങ്കൾ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നത് ലിഅന്നി അഅലമു യഖീനൻ അന്നനി സആതി അലാ ജഹന്നം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉറപ്പിച്ചു പറഞ്ഞ വിഷയമാണ്, നരകത്തിലൂടെ എന്ത് ചെയ്യേണ്ടി വരും, കടന്നു പോകേണ്ടി വരും. വലാകിൻ ലൈസ ലദയ്യ യഖീനുൻ അന്നനി സഅൻജു, അപ്പോൾ നരകത്തിലൂടെ കടന്നു പോകണം എന്നത് ഉറപ്പാണ്. പക്ഷെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നതിൽ എന്തില്ല, യാതൊരു ഉറപ്പും എനിക്കില്ല. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സൂറത്ത് ജുമുഅയിലെ 8-ാമത്തെ ആയത്ത് ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടി അകലുന്നത് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്ന. അപ്പൊ ഈ പറയുന്ന ആയത്തുകളൊക്കെ ഒരു മനുഷ്യന്റെ ഖൗഫിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മരണം എന്തായാലും എന്ത് ചെയ്യും, സംഭവിക്കും എന്നാണ് പറയുന്നത്. ഒരു ദിവസം എത്ര ആളുകൾ മരണപ്പെടുന്നുണ്ടാകും?
ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് ഒറ്റ ദിവസം ഒരു 24 മണിക്കൂറിന്റെ ഉള്ളിൽ ലോകത്ത് മൊത്തം 1 കോടി പിന്നെ കണക്കുണ്ടോ? അതില് കണക്കുകൾ പറയുന്നത് ഒരു 1.5 ലക്ഷം ആ ഒരു ആവറേജ് ആണ്. ഒരു ദിവസം അത്രയും ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഇനിയിപ്പോ എത്ര മണിക്കൂർ ബാക്കിയുണ്ട്? ഇനിയിപ്പോ കുറച്ച് സമയം ബാക്കിയുണ്ടല്ലോ, 24 മണിക്കൂർ കവറാകാൻ കുറച്ച് സമയം ബാക്കിയുണ്ട്. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എന്തില്ല, ആ 1 ലക്ഷം തികയാൻ 1.5 ലക്ഷം തികയാൻ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അത് മാത്രല്ല, ഒരു ദിവസം എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ടാവും? ഒരു 3.5 ലക്ഷത്തിന്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ജനിക്കുന്നുണ്ട് എന്നാണ്. 1.5 ലക്ഷത്തിന്റെ അടുത്ത് ആളുകൾ മരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ചില സന്ദർഭത്തിലൊക്കെ മലക്കുൽ മൗത്ത് നമ്മുടെ മുമ്പിൽ പോയ അവസരങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ആക്സിഡന്റിന്റെ സമയത്തൊക്കെ നമ്മുടെ കാറ് പിന്നിലുണ്ടാവും, മുമ്പിൽ ഒരു വാഹനം ബസ്സോ മറ്റോ ഉണ്ടാവും, അതെന്തെയും കൂട്ടിയിടിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്തുണ്ട് ആ സമയത്ത്? മലക്കുൽ മൗത്ത് ഉണ്ട്. നമ്മുടെ റൂഹ് എടുക്കപ്പെടാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, നമ്മുടെ മരണം ആ സമയത്ത് സംഭവിക്കാത്തത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പറയുന്ന ബാക്കിയുള്ള സമയത്ത് നമ്മുടെ റൂഹ് അള്ളാഹു പിടിക്കുമോ, അതിന് അള്ളാഹു ആരെങ്കിലും മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ നമുക്ക് യാതൊരു ഉറപ്പില്ല. പക്ഷെ നമ്മളിങ്ങനെ കരുതുകയാണ് എന്ത്, നമ്മളെന്ത് ചെയ്യും, ഇനിയും കുറെ ജീവിക്കും എന്ന് നമ്മളിങ്ങനെ കരുതുക. പക്ഷെ നമുക്ക് യാതൊരു ഉറപ്പില്ല എപ്പോഴാണ് നമ്മൾ മരണപ്പെടുക എന്നുള്ളത്. ആ 1.5 ലക്ഷത്തിൽ നമ്മളും ഇന്ന് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൽ നമുക്കൊരു ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോൾ മരണപ്പെടുമെന്നറിയില്ല എന്നതുകൊണ്ട് തന്നെ വളരെ പേടിയോട് കൂടിയിട്ടാണ് ഓരോ ദിവസങ്ങളും നമ്മൾ കടന്നു പോകേണ്ടത്. പ്രത്യേകിച്ചും ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചാൽ മതി. ഇന്ന് മരിച്ചു, ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ മരിച്ചാൽ എന്താണ് കൊണ്ടുപോകാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ പേടിക്കും. ഒന്നും വേണ്ട, ഇന്ന് രാത്രി 12 മണിക്കാണ് നമ്മുടെ അവസാനം, ഡോക്ടറൊക്കെ പറയാണ് എന്ത് ചെയ്തു, അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പണിയെടുക്കും, എത്രത്തോളം സൽക്കർമ്മത്തിൽ നമ്മൾ നിരതരാകും. ചില മുൻഗാമികളോട് അവരോട് ഇന്ന് മരണപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുതുതായി ഒന്നും ചെയ്യാനുണ്ടാകൂല എന്നാണ്. അവർക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനുണ്ടാകൂല. കാരണം അവരെപ്പോഴും ചെയ്യുന്നത് തന്നെയാണ് എന്ത് ചെയ്യുക, അന്നും ചെയ്യാന്നാണ്. കാരണം മുഴുവനും ഇബാദത്തിലായിരുന്നു ചില മുൻഗാമികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ മരണത്തെ സംബന്ധിച്ചിടത്തോളം പ്രായമോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ശക്തിയോ ഒന്നും വിഷയമല്ല. ആ സമയമായി കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യും, എത്തും. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. മരണം എന്നത് യഖീനായ വിഷയമാണ്. എന്തായാലും മരിക്കും എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോൾ മരിക്കൂല എന്നാണ് എന്ത് ചെയ്യുക, പല ആളുകളും ധരിച്ചു വെക്കാറുള്ളത്. എന്തായാലും മരണപ്പെടും, പക്ഷെ ഞാൻ ഇപ്പം എന്ത് ചെയ്യൂല, മരിക്കൂല എന്നാണ്. ഇനി ഓരോ ആൾക്കാരോടും നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെടാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലോ, ഓരോ ആളുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. ചില ആളുകൾക്ക് 60 ആയിരിക്കാം, ചില ആളുകൾക്ക് 70 ആയിരിക്കാം, 80 ആയിരിക്കാം, അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. എന്നാൽ ഉലമാക്കളുടെ കൂട്ടത്തിൽ, പണ്ഡിതന്മാരുടെ കൂട്ടത്തിലൊക്കെ വളരെ അറിയപ്പെട്ട ഉലമാക്കളൊക്കെ മരണപ്പെട്ടത് ചെറിയ പ്രായത്തിലാണ്. 39, 40, 35, 36 എന്നാൽ ആ പ്രായത്തിൽ മരണപ്പെട്ടു എന്ന് മാത്രമല്ല, വലിയ വിപ്ലവങ്ങളാണ് എന്ത് ചെയ്തത്, ഇസ്ലാമിക ലോകത്ത് അവരുണ്ടാക്കി വെച്ചത്. ചെറിയ വിപ്ലവങ്ങളൊന്നുമല്ല, വലിയ വിപ്ലവങ്ങൾ. അതായത് 80 വയസ്സ് വരെ ജീവിച്ച ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് 30, 39, 40 വയസ്സിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പല ആളുകളും മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ മരണപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സേവനങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് മരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് മരിക്കുന്ന ദുനിയാവിൽ മരിക്കാത്ത നന്മകൾ ബാക്കി വെച്ചുകൊണ്ട് മരണപ്പെടുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർത്ത്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്ത്, നരകത്തെക്കുറിച്ച് ഓർത്ത്, ആ നരകത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകണമല്ലോ എന്നതൊക്കെ ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ആത്മാർത്ഥമായിട്ട്
അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തേത് അൽ ഖൗഫു മിൻ ഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവരെ എന്ത് ചെയ്യലാണ്? ഭയപ്പെടലാണ്. അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെടൽ. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെടൽ ഇബാദത്താണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെടുന്നതിന്റെ വിധി എന്താ? ശിർക്കാകോ? അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തേത് അൽ ഖൗഫു ത്വബീഇ, സാധാരണഗതിയിലുള്ള പേടി. എന്തിനൊക്കെയുള്ള പേടിയാണ്? ഹുവ ഖൗഫുൽ ഇൻസാനി മിമ്മാ യുഅ്ദീഹി മിസ്ലു ഖൗഫിൽ ഇൻസാനി മിനസ് സബ്ഇ അൻ യഅകുലഹു വമിനൻ നാരി അൻ തുഹ്രിഖഹു. അതായത് എന്തെങ്കിലും വന്യജീവികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയുണ്ടാകും. പാമ്പിനെ കണ്ടാൽ നമുക്ക് പേടിയുണ്ടാകും. അതൊക്കെ സ്വാഭാവികമായ പേടിയാണ്. അതൊക്കെ സ്വാഭാവികമായ ഒരു മനുഷ്യനുണ്ടാകുന്ന പേടിയാണ്. അങ്ങനെ പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല, മുബാഹാണ്. അത് സ്വാഭാവികമായിട്ട് മനുഷ്യന് ഉണ്ടാകുന്ന പേടിയാണ്. പേടിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യൂല? ഒരിക്കലും ആരും പേടിക്കാതിരിക്കൂല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം അതൊക്കെ നമുക്ക് തെളിവാണ്. അത് പാമ്പായി മാറിയപ്പോൾ മൂസാ നബി എന്ത് ചെയ്തു? പിന്നോട്ട് ഓടി. ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, അങ്ങനെ ഭയപ്പാടോടും കരുതലോടും കൂടി അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ്. എപ്പോൾ? ഈ സംഭവം ഇങ്ങനെ നടന്നപ്പോൾ. എന്നാൽ അതേ സമയത്ത് ഈ പറഞ്ഞ അനുവദനീയമായ ഭയം എന്ത് ചെയ്യാൻ പാടില്ല? പരിധി വിടാൻ പാടില്ല. അമിതമായി ഭയപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മറിച്ച് തവക്കുൽ ഉണ്ടാകണം, അള്ളാഹുവിൽ തവക്കുൽ ഉണ്ടാകണം. വഅല്ലാ യസ്തഖിറ ഫിൽ ഖൽബി ബൽ യുദ്ഹിബുഹു അൽ അബ്ദു വയദ്ഫഉഹു അൻ ഖൽബിഹി بالتوكل على الله واللجوء إليه سبحانه الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. സഹാബാക്കളോട് ചില ആളുകൾ എന്ത് പറയും? പേടിപ്പിക്കാൻ വേണ്ടി, സഹാബാക്കളെ പേടിപ്പിക്കാൻ വേണ്ടി പറയും. മുശ്രിക്കീങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? റെഡിയായി സജ്ജമായി നിന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? യുദ്ധം നടക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് സഹാബാക്കളെ പേടിപ്പിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നതാണ്. ഫഖ്ശൗഹും, അവർ ഭയപ്പെടുത്തും. എന്നാൽ സഹാബാക്കൾക്ക് എന്താ സംഭവിക്കുക? ഫസാദഹും ഈമാനൻ, അവർക്ക് ഈമാൻ എന്ത് ചെയ്യും? വർദ്ധിക്കുന്ന. എന്നിട്ട് അവർ പറയും ഹസ്ബുൻ അല്ലാഹ്, അല്ലാഹ് എന്ത് ചെയ്തു? നമുക്ക് മദീന. വനിഅമൽ വക്കീൽ, അള്ളാഹു ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് എന്ന് അവർ പറയാറുണ്ടായിരുന്നു എന്ന്. അപ്പൊ ഭയപ്പെടുത്താൻ സഹാബാക്കൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ ഉണ്ടാകുക? അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും. ശത്രുവിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ശത്രുവിനോട് ഒരു ഭയം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായ ഭയം ഉണ്ടാകും. എന്നാൽ ആ ഭയം പോലും എന്ത് ചെയ്യാൻ പാടില്ല? അധികരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തേത് അൽ ഖൗഫു അത്വബീഇ, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പേടി. അത് ഈ പറയുന്ന മൃഗങ്ങളോടും മറ്റൊക്കെ നമുക്കുണ്ടാകും, ശത്രുവിനോടുണ്ടാകും. അത് മുബാഹാൻ. രണ്ടാമത്തേത് ഇതേ ഖൗഫു ത്വബീഇയാണ്. അൽ ഖൗഫു ത്വബീഇയു ലാ യുലാമു അലൈഹിൽ അബ്ദു ബിശർത്തി അല്ലാ യുഅദ്ദിയ ഇലാ തർക്കി വാജിബിൻ ഔ ഫിഅലി മുഹറമിൻ. എന്നാൽ സാധാരണഗതിയിലുള്ള പേടി, ആ പേടി എന്ത് ചെയ്യാണ്? ഒരു വാജിബ് ഒഴിവാക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരു ഹറാമ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ഖൗഫ് അത് ആക്ഷേപിക്കപ്പെട്ട ഖൗഫാണെന്നാണ്. വഇദാ കാന ബിലാ സബബിൻ ഔ സബബുഹു ളഈഫുൻ കമൻ യഖാഫു മിന അദ്ദലാം ഔ കാന സബബൻ വഹ്മിയൻ ഫഹുവ അൽ മദ്മൂമു. അത് മദ്മൂമാണ്, ഹറാമായ പേടിയിലാണ് അത് ഉൾപ്പെടുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളൊരു കാര്യത്തെ പേടിക്കുന്നുണ്ട് എങ്കിൽ നിർബന്ധമായ കാര്യം ചെയ്യുന്നതിനെ തൊട്ട് അത് തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തതോ, ഹറാമായ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും പാടില്ല. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പേടി ശരിയായ പേടിയല്ല. ആ പേടിയുടെ കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യും? കുറ്റം കിട്ടും. നമ്മളിപ്പോൾ എന്തിനെങ്കിലും പേടിക്കുന്നത്, ഇപ്പം രാത്രി ആളുകൾ പേടിക്കാമെന്ന് വിചാരിക്കാം. രാത്രി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ പോലും എന്ത് ചെയ്യാൻ പറ്റണില്ല, എഴുന്നേൽക്കാൻ പറ്റണില്ല. അപ്പോഴും നമുക്ക് പേടിയായിട്ട്, ആ പേടി കാരണത്താൽ നിസ്കാരം എന്ത് ചെയ്യും? ഒഴിവാക്കും. അപ്പം അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്നാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. ഇനി അത് മാത്രമല്ല, നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യാൻ പോലും ഓനക്ക് പേടിയാണ്. എന്തിനോർത്തിട്ട്? ഈ പറയുന്ന എന്തെങ്കിലും കാര്യത്തെ പേടിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ അത് കുറ്റം കിട്ടുന്നതാണ്. അവൻ്റെ കുറ്റത്തിലാണ് അത് രേഖപ്പെടുത്തുക. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പേടി അനുവദനീയമാണ്, അനുവദനീയമായ വിഷയത്തിൽ, പേടിക്കേണ്ടതായ കാര്യത്തിൽ. പക്ഷെ അതുപോലും എന്ത് ചെയ്യാൻ പാടില്ല? അതിര് കവിയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അതിന് മാത്രം നമ്മൾ ഒരു സൃഷ്ടിയെ ഭയപ്പെടേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഹദീസിലൊക്കെ എന്താ പറയുന്നത്? എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി നിനക്കെതിരെ
ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. അല്ലാഹു എന്താണ് നിനക്ക് എഴുതിയത് അതേ അവർക്ക് ഉപകാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലം യദുറൂക ബിശൈഇൻ, അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റൂല. എന്താണ് അല്ലാഹു എഴുതിയത് അത് മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഹദീസാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാകേണ്ടത്. ഇനി ഖൗഫിന്റെ വിഷയത്തിൽ മറ്റൊന്ന് ഖൗഫു സിർറ് എന്നാണ് ഉലമാക്കൾ പറയാ. ഖൗഫു അസ്സിർറ്, രഹസ്യമായ പേടി. അതെങ്ങനെയുള്ള പേടിയാണ്? ഹുവ ഖൗഫു ഗൈരില്ലാഹി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അള്ളാഹുവിന് മാത്രം കഴിയുന്നതാണ്. അങ്ങനെയുള്ള വിഷയത്തിൽ എന്ത് ചെയ്യുക? ബാക്കിയുള്ള ഒരാളെ പേടിക്കുക. അതായത് അള്ളാഹിനെ പേടിക്കേണ്ട പോലെ ഏതെങ്കിലും സൃഷ്ടികളെ നമ്മൾ പേടിക്കുന്നുണ്ട് എങ്കിൽ അത് ഷിർക്കിലേക്ക് എത്തും. ആ പേടി ഷിർക്കിലേക്ക് എത്തുന്ന പേടിയാണ്. ഉലമാക്കൾ ഉദാഹരണം പറയുന്നത് കമൻ യഖാഫു മിൻ വലിയിൻ, ഒരു വലിയനെ പേടിക്കുക. ഔ ഇൻസിൻ, അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ പേടിക്കുക. ഔ ജിന്നിൻ, അതല്ലെങ്കിൽ ജിന്നിനെ ഭയപ്പെടുക. അൻ യുസീബഹു ബിമറലിൻ, അവൻ എന്ത് ചെയ്യും? രോഗം ഉണ്ടാക്കും, അവന് പ്രയാസം ഉണ്ടാക്കും, അവന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ എന്ത് ചെയ്യുക? ഭയപ്പെടുക. അപ്പോൾ ഒരാൾക്ക് രോഗമുണ്ടാക്കുക, അതേപോലെ തന്നെ ഒരാൾക്ക് അവരുടെ ഇപ്പൊ സാധാരണഗതിയിൽ ചില ആളുകൾ വലിയനെ കുറിച്ച്, ഔലിയാക്കളെ കുറിച്ചൊക്കെ പറയാറുള്ളത് അവരുടെ കുരുത്തം തട്ടുന്നാണ്. അവരുടെ കുരുത്തം തട്ടും എന്ന് പറയാറുണ്ട്. അത് ശരിക്കും ഏത് പേടിയാ? ഖൗഫു സിറാണ്. ഖൗഫു സിറിലാണ് എന്ത് ചെയ്യുക? ഉൾപ്പെടുക. കാരണം ഒരു നഫ്ഉം ളുർറും ആരിൽ നിന്നാണ് ഉണ്ടാകുക? അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഇവിടെ ആരെയാ ഭയപ്പെടുന്നത്? ആ വലിയനെയാണ് ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും അത് പാടില്ല. മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ ഒരാളെയും നമ്മൾ ഭയപ്പെടരുത്. അങ്ങനെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഷിർക്കിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ അപകടമാണ്. പ്രത്യേകിച്ചും ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ഭയങ്ങൾ വർദ്ധിക്കാൻ പാടില്ല. ഒരിക്കലും അത്തരത്തിലുള്ള ഭയങ്ങൾ വർദ്ധിക്കാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ മാത്രമേ നമുക്ക് ഭയപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയുള്ളൂ. ബാക്കി ആരെയും ഭയപ്പെടാതെ വളരെ സുഗമമായി ജീവിക്കേണ്ട ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരച്ചുവട്ടിൽ കിടക്കുകയാണ്. ഒരു മരച്ചുവട്ടിൽ കിടക്കുന്നു. റസൂലിന്റെ വാൾ എന്ത് ചെയ്യുന്നു? റസൂൽ തൂക്കിയിടുകയാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ശത്രുപക്ഷത്തുള്ള ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളെടുത്ത് നബിയുടെ മുമ്പിൽ നിൽക്കുന്നതാണ്. എന്നിട്ട് നബിയോട് ചോദിക്കുന്നതാണ്, മൻ യംനഉക മിന്നി, നിന്നെ ആരാണ് എന്നെ തൊട്ട് തടയുക? ആരാണ് നിന്നെ രക്ഷപ്പെടുത്തുക? ആരാണ് എന്നെ തൊട്ട് നിന്നെ രക്ഷപ്പെടുത്താൻ ആരാണുള്ളത് എന്ന് ചോദിക്കുന്ന. അപ്പൊ ഒന്നാലോചിച്ച് നോക്കിയേ, റസൂലിന്റെ മുന്നിൽ റസൂലിന്റെ വാളും പിടിച്ച്, റസൂലിന്റെ വാൾ ഊരി പിടിച്ച് നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? റസൂലിനോട് നിന്നെ ആരാ രക്ഷപ്പെടുത്തുക എന്ന് ചോദിച്ചാണ് നിൽക്കുന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു സാധാരണ മനുഷ്യൻ എന്തുണ്ടാവും? ഭയപ്പാടുണ്ടാവും. കാരണം ശത്രുവാണ് മുന്നിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞത്? അല്ലാ എന്ന് മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാളെന്ത് ചെയ്തു? താഴെ വീണു. റസൂലിന്റെ അത്രയും വലിയ തവക്കുലിനുള്ള ഉദാഹരണമാണ്. റസൂലിന്റെ തവക്കുലിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഉലമാക്കൾ അത് എടുത്തു കൊണ്ടുവരാറുണ്ട്. അപ്പൊ അത്രയും ധൈര്യം എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. ഈ ധൈര്യമില്ലായ്മ എന്നത് ഭീരുത്താണ്. ധൈര്യമില്ലായ്മ എന്നത് ഭീരുത്വമാണ്. ധൈര്യം ഒരാൾക്ക് ഉണ്ടാകണം. അമിതമായ ധൈര്യം എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് 12 മണിക്കും 2-3 മണിക്കൊക്കെ ഒരാൾ കാടിലൂടെ നടന്നു പോകുകയാണെങ്കിലോ ആ ധൈര്യം എന്തല്ല? ശരിയായ ധൈര്യമല്ല, അത് ബുദ്ധിയില്ലായ്മയാണ്. അപ്പൊ ധൈര്യം വേണം, എന്നാൽ അതെവിടെയാണോ വേണ്ടത് ആ സന്ദർഭത്തിലാണ് വേണ്ടത് എന്നുള്ളതാണ്. അതല്ലാതെ വളരെ പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. وهذا كالخوف الواقع بين عباد القبور المتعلقين بالأولياء إن نقول إلا اعتراك بعض آلهتنا بسوء. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് എന്താ പറഞ്ഞത്? അവരുടെ കൗമ് എന്തോ നമ്മുടെ വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളുടെ കുരുത്തക്കേടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നിനക്ക് തട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അത് ഷിർക്കാണ്. അത് ഷിർക്കുൻ അക്ബറാണ്. വലിയ ഷിർക്കിലാണ് എന്ത് ചെയ്യാം? അത് ഉൾപ്പെടുക. അപ്പൊ ഇതാണ് ഖൗഫിന്റെ വിഭജനം. ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ള ഭയമാണ്. അത് 2 രൂപത്തിലാണ്. രണ്ടാമത്തേത് സാധാരണഗതിയിലുള്ള ഭയം. മൂന്നാമത്തേത് ഖൗഫു സിർ, അള്ളാഹിനെ ഭയപ്പെടേണ്ടതുപോലെ മറ്റുള്ള ആളുകളെ ഭയപ്പെടുക. ഇനി ഇവിടെ ഇബാദത്തിന്റെ റുക്നുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തതായി ഇബാദത്തിന്റെ റുക്നുകളാണ്. നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇബാദത്തിന് 3 റുക്നുകളാണ് ഉള്ളത്. ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് അർ-റജ, പ്രതീക്ഷ. രണ്ടാമത്തേത് അൽ ഖൗഫ്. മൂന്നാമത്തേത് അൽ മഹബ്ബ, സ്നേഹം. ഈ 3 കാര്യങ്ങൾ ഒരു ഇബാദത്തിൽ സമ്മേളിക്കണം. പ്രതീക്ഷ ഉണ്ടാകണം, മഹബ്ബത്ത് ഉണ്ടാകണം,
ഖൗഫ് ഉണ്ടാകണം. അതായത് ശരീരത്തിന് റൂഹിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ പ്രാധാന്യമുള്ളതാണ് ഇബാദത്തിന്റെ വിഷയത്തിൽ മഹബ്ബത്തിന്. അപ്പൊ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് മഹബ്ബത്താണ്. സ്നേഹമാണ് ഒരു മനുഷ്യനെ എന്ത് പ്രവർത്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അൽ മഹബ്ബത്താണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്. ഒരു മനുഷ്യനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ട്? സ്നേഹമുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഒരു വ്യക്തിയോടോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തോട് നമുക്ക് അമിതമായ സ്നേഹമുണ്ട് എങ്കിൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? മാറ്റിവെക്കും. ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കുന്നതാണ്. എന്തുകൊണ്ട്? നമുക്ക് അത്രത്തോളം സ്നേഹമാണ് നമുക്ക് അത്രത്തോളം അതിനോട് താല്പര്യമുണ്ട്, അതിനോട് ഇഷ്ടമുണ്ട്. അതുമാത്രമല്ല, ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് സമയം കിട്ടാറില്ല, ഞാൻ തിരക്കിലായി പോകാറുണ്ട് എന്നൊക്കെ ചില വിഷയം വരുമ്പോൾ പറയാറുണ്ട്. ശരിക്കും ഈ സമയം കിട്ടാറില്ല, തിരക്കിലായി പോകാറുണ്ട് എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കളവാണ്. അതിൻ്റെ ആഴത്തിൽ ഇറങ്ങി നോക്കുകയാണെങ്കിൽ അത് സത്യസന്ധമായ ഒരു കളവാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു കാര്യത്തോട് അതീവ താല്പര്യമുണ്ട് എങ്കിൽ, അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യൂല? ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്നാണ്. മറിച്ച് എന്തില്ല? അതിന് മാത്രം താല്പര്യമില്ല, അതിന് മാത്രം ഇഷ്ടമില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത്. അപ്പൊ പ്രയോറിറ്റൈസ് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ വിഷയത്തിൽ നമുക്ക് എന്തായാലും ഉണ്ടാകണം. പ്രത്യേകിച്ചും ദീന് പഠിക്കുന്ന കാര്യത്തിൽ പല ആളുകളും പല ഒഴിവ് കഴിവും പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ദീന് പഠിക്കുന്നതിനെ തൊട്ട് മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീന് പഠിക്കാൻ വേണ്ടി സ്വന്തം സമ്പത്ത് അതൊക്കെ വിറ്റിട്ട് ദീന് പഠിക്കാൻ പോകുന്ന എത്രയോ ആളുകളുണ്ട്. സ്വന്തം സമ്പത്തൊക്കെ ചെലവാക്കി എന്ത് ചെയ്യുന്നു? മറു രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്? ദീന് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നും ബാക്കി വെക്കാതെ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ജാമിഅ അൽ ഹിന്ദിൽ അവർ നടത്തുന്ന ഒരു കോഴ്സ് ഉണ്ട്, അത്തദാറുക്ക് എന്ന് പറഞ്ഞിട്ട്. അതിലെ ഒരു സെന്ററിൽ ഫസ്റ്റ് കിട്ടിയ പഠിതാവ്, അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ്. അദ്ദേഹത്തിനാണ് ആ സെന്ററിൽ ഫസ്റ്റ്. അദ്ദേഹം കീമോ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? പരീക്ഷ എഴുതാൻ വന്നത് എന്നാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ഇൽമിനോടുള്ള താല്പര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഒരു കാര്യത്തോട് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ എത്തിയിരിക്കുന്നതാണ്. നമ്മൾ എന്ത് വില കൊടുത്തിട്ടും അവിടെ എത്തിയിരിക്കും. അപ്പൊ അങ്ങനെ ദീനിനോട് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് താല്പര്യം ഉണ്ടാകേണ്ടത്, മഹബ്ബത്ത് ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തേതാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർറജാഉ ഖായിദുൻ ലിന്നഫ്സ്, നമ്മെ മുന്നോട്ട് നയിക്കുന്ന പ്രതീക്ഷ എന്നത് എന്ത് ചെയ്യും? ഹോപ്പ് എന്നത് എപ്പോഴും ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടതാണ്. ഹോപ്പ് ഉണ്ടെങ്കിലേ മനുഷ്യൻ ജീവിക്കാൻ അവനെ പ്രേരിപ്പിക്കുള്ളൂ എന്നാണ്. ഹോപ്പ് നഷ്ടപ്പെട്ടാലോ അവൻ ജീവിതം നശിപ്പിക്കാനാണ് എന്ത് ചെയ്യുക? പിന്നെ അവൻ കാത്തു നിൽക്കുക. അപ്പോൾ എപ്പോഴും ഇസ്ലാം എപ്പോഴും ഒരു മനുഷ്യന് നൽകുന്ന ഒന്നാണ് എന്ത്? പ്രതീക്ഷ എന്നുള്ളത്. എത്ര തിന്മ ചെയ്താലും അവൻ എന്തുണ്ട്? പ്രതീക്ഷയുടെ വാതിൽ അവിടെ തുറന്നു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യ എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും ഒരു വകുപ്പില്ല എന്നാണ്. ഇനി എത്ര വലിയ തിന്മയിൽ ആണ്ടുപോയാലും ശരി. അടുത്തതാണ് അൽ ഖൗഫു, ഭയം എന്നത്. ഭയം എന്ത് ചെയ്യും? ഹറാമിനെ തൊട്ടും തിന്മകളെ തൊട്ടും അവനെ തടഞ്ഞു നിർത്തുന്നതാണ്. അപ്പൊ ഈ മൂന്ന് കാര്യത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടതും ആ കാര്യം തന്നെയാണ് ഉണ്ടാകേണ്ടത്, അത് തന്നെയാണ് ലക്ഷ്യമാക്കപ്പെടുന്നത് എന്നത് മഹബ്ബത്താണ് ലക്ഷ്യമാക്കപ്പെടുന്നത്. അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കണം, സ്നേഹമാണ് അടിസ്ഥാനം. എന്നാൽ ഭയപ്പാടും വേണം, പ്രതീക്ഷയും വേണം എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഭയപ്പാട് ആഖിറത്തിലുണ്ടോ? അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളത് ആഖിറത്തിലുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. വിശ്വാസികളായ ആളുകൾ, തഖ്വയുള്ള ആളുകൾ, അവർക്ക് ഭയപ്പാടില്ല എന്നാണ്. അപ്പൊ ഭയം എന്നത് സ്നേഹത്തിന്റെ കൂടെ ഉണ്ടാകേണ്ടതാണ്. റജാ എന്നതും സ്നേഹത്തിന്റെ കൂടെ ഉണ്ടാകേണ്ടതാണ്. അടിസ്ഥാനം എന്താ? സ്നേഹമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ചില സമയത്ത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം പറ്റ കുറയും. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അങ്ങേയറ്റം കുറയുന്ന അവസ്ഥ ഉണ്ടാകും. ആ കുറയുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്യുക? നമുക്ക് ആരാധനകളോട്, ഇബാദത്തുകളോട് മടുപ്പുണ്ടാകുക. സ്വാഭാവികമാണ്, ഒരു മനുഷ്യൻ അങ്ങനെ എന്ത് ചെയ്യും? ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. അപ്പൊ ഈ സ്നേഹം വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. സ്നേഹം വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം കസ്റത്തു ദിക്ർ, ഒരുപാട് അള്ളാഹുവിനെ സ്മരിക്കണം എന്നാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇസ്തിഗ്ഫാറുകളൊക്കെ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അതിൻ്റെ ആശയവും അർത്ഥവും അറിഞ്ഞു വർദ്ധിപ്പിക്കണം.
അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹുവിനോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിച്ചു കിട്ടും. പ്രത്യേകിച്ചും ദിക്റിന്റെ വിഷയത്തിൽ ആളുകൾ വലിയ അലംഭാവത്തിലാണ്. വിർദ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വിർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര ദിക്ർ ഞാൻ ചൊല്ലുന്നാണ്. ഒരു ദിവസം ഇത്ര ദിക്ർ, ഉദാഹരണത്തിന് സുബ്ഹാനല്ലാഹ് 100, അൽഹംദുലില്ലാഹ് ഇത്ര, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്ര. അങ്ങനെ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിർദ് ഉണ്ടാകുന്നതാണ്. ആ വിർദ് എന്ത് ചെയ്യും? അവരുടെ ഒരു സമയം അവർ പാലിക്കും. ഇന്ന സമയത്താണ് ഞാൻ അത് ചൊല്ലാന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഫുള്ള് ദിക്ർ ചൊല്ലലായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ദിക്റിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു സമയം മാറ്റി വെക്കണം. ഒരു സമയം നിർബന്ധമായി മാറ്റി വെക്കണം. ആ ദിക്റുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. കാരണം എല്ലാ ഹമ്മിൽ നിന്നും, എല്ലാ പ്രയാസത്തിൽ നിന്നും, എല്ലാ ഞെരുക്കത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുക ഇസ്തിഗ്ഫാറിലൂടെയാണ്. ഒരു പണ്ഡിതനോട് ചോദിച്ചു എന്നാണ്, ഇസ്തിഗ്ഫാർ ആണോ നല്ലത് അതല്ല അള്ളാഹുവിനെ പുകഴ്ത്തലാണോ, തസ്ബീഹ് ആണോ നല്ലത് എന്ന് ചോദിച്ചു എന്നാണ്. ഇബ്നുൽ ജൗസി റഹ്മഹുള്ളയോടാണ് ചോദിക്കപ്പെടുന്നത്. ഇബ്നുൽ ജൗസി റഹ്മഹുള്ള ഉത്തരം കൊടുക്കുന്നത്, ഒരു വസ്ത്രം, ആ വസ്ത്രത്തിന് അഴുക്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ എന്താ നീ ചെയ്യാന്ന് ചോദിച്ചു. പറഞ്ഞു, അഴുക്ക് പറ്റിയ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിനെ ശുദ്ധീകരിക്കും. അപ്പോൾ നിന്റെ ജീവിതത്തിൽ അഴുക്കുകളാണ് കൂടുതലെങ്കിൽ നീ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം എന്നാണ്. ഇനി അങ്ങനെ അല്ലെങ്കിലോ നീ തസ്ബീഹ് വർദ്ധിപ്പിച്ചോ എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പൊ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റും. 1000 ഇസ്തിഗ്ഫാർ ഒരു ദിവസം പറയൽ പ്രയാസകരാണോ? എത്ര സമയം വേണ്ടി വരും? ഏറിപ്പോയ ഒരു അരമണിക്കൂർ, ഏറിപ്പോയ അരമണിക്കൂർ മതി. അപ്പൊ ആ അരമണിക്കൂർ എന്നത് 24 മണിക്കൂറിൽ വളരെ ചുരുങ്ങിയ സമയമാണ്. നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയം നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2000, 3000, 4000 ഒക്കെ എന്ത് ചെയ്യും? ഒരു ദിവസം പോയി കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വളരെ ചുരുങ്ങിയത്, 1000 ഒന്നും പറ്റണില്ലെങ്കിൽ ഒരു 100, 200 എപ്പോഴും പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ത് ചെയ്യും? മനസ്സിലുണ്ടാകുന്ന, ഇബാദത്ത് ചെയ്യാനുള്ള ഉത്സാഹം മനസ്സിലുണ്ടാകും. അപ്പൊ ഒന്നാമത്തേത് കെസ്റത്തു ദിക്ർ, നമ്മൾ ഒരുപാട് അള്ളാഹുവിനെ സ്മരിക്കണം, ഒരുപാട് സ്മരിക്കണം. യഥാർത്ഥ സ്നേഹത്തിന്റെ അടയാളമാണെന്ത്? ഒരാളെ സ്മരിക്കുക എന്നുള്ളത്. യഥാർത്ഥ സ്നേഹത്തിന്റെ അടയാളമാണ് ഒരാളെ നിത്യവും സ്മരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് മുതാലഅത്തു ആലാഇഹി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഓർക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റൂല. അത്രയും അനുഗ്രഹമാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? നമുക്ക് നൽകിയിട്ടുള്ളത് എന്നാണ്. ആ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുന്നുണ്ട് എന്നാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും അനുഗ്രഹം ലഭിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞാൽ എത്ര അനുഗ്രഹമായിരിക്കും നമുക്ക് ലഭിക്കുക? അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു വകുപ്പില്ല. കാരണം അത്രയും അനുഗ്രഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മെക്കാളും താഴെയുള്ള ആളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമാകും. അതുമാത്രമല്ല, ഒരു നിർഭയത്വവും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. രാത്രി കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുമെന്നാണ് എന്ത്? അവരുടെ പേടി. രാത്രി കിടന്നുറങ്ങിയാൽ രാവിലെയാകുമ്പോൾ ജീവൻ ബാക്കി ഉണ്ടാകുമോ എന്ന് പേടിച്ച് ഉറക്കത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഉറങ്ങാൻ പോകുന്നത് തന്നെ ക്ഷീണം ഉണ്ടായിട്ടാണ്. എന്നാൽ അവർ ഉറക്കത്തിൽ പോലും അവർക്ക് ഭയപ്പാടാണ്. അതായത് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റണില്ല. ഒരു ദിവസം 1, 2 ദിവസം ഉറങ്ങാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയും അതിന്റെ തീവ്രത എത്രയാണ് എന്നുള്ളത്. ഡോക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാര്യം വളരെ വ്യക്തമാകും. അത്രയും പ്രയാസമായിരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണില്ല? ആ അനുഗ്രഹം പോലും നമ്മൾ കൃത്യമായി ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സഹോദരൻ പങ്കുവെച്ച അനുഭവം, ആ സഹോദരന് ഉമിനീര് വരുന്നില്ല എന്നാണ്. ഉമിനീര് വരുന്നില്ല. ആ സഹോദരൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചെയ്യണം, ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. അത് മാത്രമല്ല, സംസാരിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധമായിരിക്കും എന്നാണ്. അദ്ദേഹം കൈ ഇങ്ങനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? സംസാരിക്കാം. ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇത് വറ്റുന്ന അവസ്ഥ ഉണ്ടാവും. ഉറക്കിൻ്റെ ഇടയിൽ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യും? എഴുന്നേറ്റുകൊണ്ടേ ഇരിക്കുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അതായത് ഒരു ഉമിനീര് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രക്രിയകൾ എന്നുള്ളത് അങ്ങേയറ്റാണ്. നമ്മൾ ആലോചിച്ചിട്ടേ ഉണ്ടാവില്ല. ഉമിനീര് എന്നത് അനുഗ്രഹമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾ അത് അനുഗ്രഹം, എന്താണ് നീ പറയുന്നത്? തുപ്പിക്കളയുന്നതിനെയാണോ അനുഗ്രഹം എന്ന് പറയാൻ ചില ആളുകൾ ചോദിക്കും. പക്ഷെ അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വല്ലാഹി അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനല്ലാതെ ധിക്കരിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ഇടക്കിടക്ക് നമ്മെ ഒന്ന് ഉണർത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഖൗഫ് വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഖൗഫ് വർദ്ധിച്ച ഒരു വിഭാഗമാണ് ആര്? ഖവാരിജുകൾ.
അതേ സമയത്ത് ഭയങ്കര പ്രതീക്ഷയാണ്. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായാലും പ്രശ്നമാണ്. അങ്ങനെ പ്രതീക്ഷ ഓവറായി തെറ്റിപ്പോയ ആളുകളാണ് ആര്? മുർജിഅത്ത് എന്ന് പറയുന്ന വിഭാഗം. ഈ പറയുന്ന ഖൗഫും റജാഉം മഹബ്ബത്തും എല്ലാം സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? എല്ലാം സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഖൗഫും റജാഉം മഹബ്ബത്തും ഒക്കെ. വെവ്വേറായത്ത് പറഞ്ഞോളൂ, എങ്ങനെയാന്ന് പറഞ്ഞോ. അൽഹംദുലില്ലാ. ഓക്കെ, അത് ഏകദേശം ബറക്കല്ലാഹു ഫീക്ക്. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതില് മഹബത്താണ് അടങ്ങിയിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ഒരാളെ പുകഴ്ത്തുക സ്നേഹം കൊണ്ടാണ് പുകഴ്ത്തുക. അർ-റഹ്മാൻ റഹീം, റഹ്മാനാണ് അവൻ, റഹീമാണ്, പ്രതീക്ഷയുടെ ആയത്താണ്. എന്നിട്ട് അടുത്തതോ മാലിക് യൗമിദ്ദീൻ, ഭയപ്പാടാണ്. അവൻ ആഖിറത്തിന്റെ ഉടമസ്ഥനാണ്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? അക്കൗണ്ടിലേക്ക് അവൻ കൊണ്ടുവരും, ഹിസാബ് ചെയ്യും. എന്നിട്ട് പറയാണ് ഇയ്യാക നഅ്ബുദ്, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. എങ്ങനെ? ബിൽ മഹബ്ബതി വബിർ റജാഇ വബിൽ ഖൗഫി, സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ, ഭയപ്പാടോടുകൂടി നിന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വ ഇയ്യാക നസ്തഈൻ. അപ്പൊ ഈ പറയുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ 3 എന്ത് ചെയ്തിട്ടുണ്ട്? അടങ്ങിയിട്ടുണ്ട് എന്നാണ്. സലഫുകൾ അങ്ങേയറ്റത്തെ പേടിയുള്ള ആളുകളായിരുന്നു. സലഫുകളുടെ ഖൗഫുമായി ബന്ധപ്പെട്ട ആസാറുകൾ വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. ഇബ്നുൽ മുബാറക് റഹിമഹുല്ല, അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾക്ക് ഭയങ്കര അത്ഭുതമാണ്. അദ്ദേഹം വളരെ വലിയ സാഹിദായിരുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹം ഇത്രയും ഉന്നതി അദ്ദേഹത്തിന് കിട്ടാൻ കാരണം എന്ത് ചെയ്തു? ചില ആളുകൾ അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നിൽ എന്ത് ചെയ്തു? കുറച്ച് ദിവസങ്ങൾ നടന്നു. അപ്പൊ ഒന്നും പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് കെടുത്തപ്പെട്ടു എന്നാണ്. ഉണ്ടായ വിളക്ക് എന്ത് ചെയ്തു? അത് കിടത്തിപ്പോകുന്ന അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് വിളക്ക് വീണ്ടും കത്തിച്ച സമയത്ത് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ കരയുണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഞാൻ ഖബറിനെ കുറിച്ച് ആലോചിച്ചു പോയി എന്നാണ്. എന്തായിരിക്കും ഖബറിൽ എൻ്റെ അവസ്ഥ? ഒരു വിളക്ക് പോയ സമയത്ത് തന്നെ എനിക്ക് വല്ലാത്തൊരു പേടിയാണ്. എന്നാൽ ഖബറിൽ ഞാൻ എന്ത് ചെയ്യണം? ഒറ്റക്ക് കിടക്കണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നേരെ എവിടുക്കാ തട്ടിക്കുക? ആഖിറത്തിലേക്കായിരുന്നു തട്ടിച്ചിരുന്നത് എന്നാണ്. അതാണ് സലഫുകളുടെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സലഫുകളിൽ നിന്നുള്ള ഉദ്ധരണിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ അവരെപ്പോഴും പേടിയുള്ള ആളുകളായിരുന്നു എന്നാണ്. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ കഅബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ലൗ അന്ന റജുലൻ കാന ലഹു മിസ്ലു അമലി 70 നബിയ്യൻ ലഖശിയ അൻ ലാ യൻജു മിൻ ശർരി യൗമൽ ഖിയാമ. ഒരു മനുഷ്യൻ, ആ മനുഷ്യന് 70ഓളം വരുന്ന പ്രവാചകന്മാരുടെ അമലുകൾ അവൻ ഉണ്ടെങ്കിലും ശരി, ഖിയാമത്ത് നാളിൽ ആ ഖിയാമത്ത് നാളിന്റെ ഷർറിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമോ എന്നവൻ ഭയപ്പെടുന്ന, അത്രയും ഭയപ്പാടുള്ള ഒരു ദിവസമാണ് ഖിയാമത്ത് നാളിന്റെ ദിവസം. വയദുഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അൽ ഖൗഫു ദായിമു ഫിൽ ഖൽബ്, എപ്പോഴും എന്തുണ്ടാവും? ഹൃദയത്തിൽ പേടി ഉണ്ടാവുന്നതാണ്. എപ്പോഴും ഹൃദയത്തിൽ പേടി ഉണ്ടാവും. അപ്പൊ പേടി നമുക്ക് കുറച്ചൊക്കെ ഉണ്ടാകണം. പേടി നമുക്ക് കുറച്ചൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായേ മതിയാകൂ എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം അത്രയും ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് യാതൊരു പേടിയുമില്ലാതെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കാതെ ജീവിക്കുന്ന ഒരു സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കണം. അതാണ് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, അള്ളാഹുവിൻ്റെ മഖാമിനെ, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെട്ട ആളുകൾ. അപ്പൊ ആ ഭയപ്പാട് നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പതുക്കെ ഉണ്ടാക്കിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരുന്നു എന്നാണ്, അല്ലാഹു മിന്നി അസ്അലുക ഖശ്യതക ഫിൽ ഗൈബി വശഹാദ. രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ ഭയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം റബ്ബേ? എന്നെ ഉൾപ്പെടുത്തണം. രഹസ്യത്തിലും പരസ്യത്തിലും. അപ്പൊ അങ്ങനെ രഹസ്യവും പരസ്യവും ഒരുപോലെയാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം. പ്രത്യേകിച്ചും രഹസ്യത്തിൽ അള്ളാഹു രഹസ്യത്തിൽ നിന്നുള്ള തിന്മകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഒരാളെ ഇസ്തിഖാമത്തിൽ നിന്ന്, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നതാണ് രഹസ്യമായി അവൻ ചെയ്യുന്ന തിന്മകൾ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ തഖ്വ നമ്മൾ അളക്കേണ്ടത് നമ്മുടെ രഹസ്യ ജീവിതം വെച്ചുകൊണ്ടാണ്. പരസ്യ ജീവിതം വെച്ചുകൊണ്ടേ അല്ല എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ തഖ്വ നമ്മൾ നിശ്ചയിക്കേണ്ടത്. രഹസ്യ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്നുണ്ടോ അതിനനുസരിച്ച് വിജയം ഉണ്ടാവും. എന്നാൽ രഹസ്യ ജീവിതം മോശമായോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ അപകടത്തിലാണ് നമ്മൾ ചാടിയിട്ടുള്ളത്, വലിയ അപകടത്തിലാണ് നമ്മൾ ചെന്ന് പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മകൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുള്ള ഏറ്റവും വലിയ അത്തരം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്നത് തഹജ്ജുദ് നിസ്കാരമാണ്. രാത്രി എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം. ആ നിസ്കാരത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വഅമ്മാ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ. ആ ആയത്തും ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ്. ഹവ എന്നത് തന്നെ, ആ ഹവ എന്ന വിഷയത്തിൽ മാത്രം ഉലമാക്കൾ കിതാബ് രചിച്ചിട്ടുണ്ട്. വനഹ നഫ്സ, അവൻ സ്വന്തം നഫ്സിനെ എന്ത് ചെയ്തു, നഹ നിരോധിച്ചു, സ്വന്തം നഫ്സിന് നിരോധിച്ചു. വനഹ നഫ്സ അനിൽ ഹവ, എന്തിനെ തൊട്ട്, ഹവയെ തൊട്ട് എന്നാണ്. വഅമ്മാമൻ, എന്നാൽ ഒരുവൻ ഖാഫ അവൻ ഭയപ്പെട്ടു, മഖാമ റബ്ബിഹി അവന്റെ റബ്ബിന്റെ സ്ഥാനത്തെ അവൻ ഭയപ്പെട്ടു. എന്നിട്ടോ വനഹൻ നഫ്സ അവന്റെ നഫ്സിനെ അവൻ വിലക്കി, എന്തിനെ തൊട്ട്, ഹവയെ തൊട്ട്. എന്താണ് ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറബിയിൽ ഹവ എന്നതിന്റെ അർത്ഥം സഖത്ത എന്നാണ്, വീണു എന്നാണ്. ശരിക്കും ദേഹേച്ഛയെ പിൻപറ്റുന്നവൻ എന്താണ് ചെയ്യുന്നത്, സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വഴിതിരിഞ്ഞ് ബാത്തിലായ മാർഗത്തിലേക്ക് വീഴുകയാണ് അവൻ ചെയ്യുന്നത് എന്നാണ്. അപ്പൊ ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹേച്ഛകൾ, നമ്മുടെ ഇച്ഛകൾ എന്ത് ചെയ്യും, നമ്മുടെ നഫ്സ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും, അതിങ്ങനെ ചെയ്യുന്നതാണ് എന്ത്, ദേഹേച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആളുകൾ പറയാറുള്ളത് ഹെഡണിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട്. ഹെഡണിസം എന്ന ഫിലോസഫിയുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതൊക്കെ എന്ത് ചെയ്യാം, അത് ചെയ്തിങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. അവന്റെ നഫ്സിന് എന്താണോ ഇഷ്ടം അത് ചെയ്തിങ്ങനെ ജീവിക്കുക. ഇന്ത്യയിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്, ഹിപ്പികൾ, അതേപോലെ തന്നെ ഗോവയിലൊക്കെ എന്തുണ്ട്, ഈ ഹെഡനിസത്തെ ആസ്പദമാക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. ഹെഡനിസത്തിൽ ജീവിച്ച ഒരാൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇപ്പോൾ സന്തോഷത്തിലാണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു സ്കെഡ്യൂളും അവർക്ക് ഉണ്ടാവില്ല, ഒക്കെ ചെയ്യും, എല്ലാ ഹറാമുകളിലും അവർ ഏർപ്പെടും. സ്ത്രീകളുണ്ടാവും, കള്ളുണ്ടാവും, കഞ്ചാവ് ഉണ്ടാവും, ഒക്കെ അവർ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതായത് സ്വന്തം നഫ്സിന് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കാരണം ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത ഒരാളാണല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തല്ല, തൃപ്തനല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തൃപ്തനല്ല എന്ന്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഇതിൻ്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം, ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, മറിച്ച് സന്തോഷത്തിന് പകരം ഉണ്ടാവുക ഒരുപാട് വിഷമങ്ങളാണ്, ഒരുപാട് പ്രയാസങ്ങളാണ് ഉണ്ടാവുക. അതുമാത്രമല്ല ദുഃഖഭാരതയും മനസ്സിലുണ്ടാകുന്നതാണ്, ദുഃഖഭാരം മനസ്സിലുണ്ടാകും. അപ്പൊ യഥാർത്ഥ സന്തോഷം എവിടെ എന്ന് പരിശോധിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും വേണ്ട, നമ്മൾ ജനങ്ങൾക്കിടയിൽ നടക്കുന്ന മാറ്റം ഒന്ന് പരിശോധിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ഫാസ്റ്റായി വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഏത്, ഇസ്ലാം. 2050 ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കപ്പെട്ട മതം ഏതായി മാറും, ഇസ്ലാമായി മാറും. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായിരിക്കും 2050 ഉണ്ടാകുക. അതായത് ഇത്ര ആലോചിച്ചാൽ മതി, എല്ലാവർക്കും അറിയാം ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് വന്ന ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ആളുകൾ പിന്നീടും എന്ത് ചെയ്യാണ്, ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരികയാണ്. കാരണം ഹൃദയം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞാലേ എന്ത് ലഭിക്കുള്ളൂ, യഥാർത്ഥ സമാധാനം ലഭിക്കുള്ളൂ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഇസ്ലാമിലേക്ക് വന്ന അനുഭവം പങ്കുവെക്കുന്നിടത്ത് അദ്ദേഹത്തിന് 6 നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു എന്നാണ്. 6 നൈറ്റ് ക്ലബ്ബുകൾ. ഒരു നൈറ്റ് ക്ലബ്ബിൽ തന്നെ അദ്ദേഹം ലക്ഷങ്ങളാണ് അദ്ദേഹം സമ്പാദിക്കുന്നത്. അദ്ദേഹം പറയാണ്, ലക്ഷങ്ങൾ സമ്പാദിച്ച് ഞാൻ വീട്ടിൽ വന്ന് കടന്നുറങ്ങുമ്പോൾ യാതൊരു സമാധാനം എനിക്കില്ല. അങ്ങനെ അദ്ദേഹം 6 എന്ത് ചെയ്തു, അദ്ദേഹം വിറ്റു എന്നാണ്. അദ്ദേഹം ഒക്കെ ഒഴിവാക്കിയിട്ട് ഇസ്ലാമിക ജീവിതം അദ്ദേഹം പുൽകി. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആസ്വദിച്ച ഏറ്റവും വലിയ ആസ്വാദനം എന്നുള്ളത് ആ ഷഹാദത്ത് പറയുന്ന രംഗാണെന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന രംഗം, അത് ആസ്വദിച്ച അത്ര ഞാൻ ജീവിതത്തിൽ വേറൊന്നും ചെയ്തിട്ടില്ല.
ആസ്വദിച്ചിട്ടില്ല എന്ന്. അപ്പം അത്രയും ആസ്വാദനം ആസ്വദിക്കാൻ സാധിക്കുക ദീനിലേക്ക് വന്നാലാണ്, ഹവ വെടിഞ്ഞാലാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഹവയെ, അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതിൻ്റെ അനിവാര്യതയും അതോടൊപ്പം തന്നെ അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളും, എന്നാൽ ആ ഘടകങ്ങളെ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവനെ യഥാവിധം ഭയപ്പെടുന്ന, ഭയപ്പാടോടുകൂടി ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും തള്ളി നീക്കുന്ന യഥാർത്ഥ ഖശിയത്തുള്ള അബ്ദുകളുടെ കൂട്ടത്തിൽ, അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.